കണ്ണൂരിൽ BLO ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദം മൂലമെന്ന ആരോപണം നിലനിൽക്കെ കോഴിക്കോട് BLOയ്ക്ക് കളക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ജോലി നിരുത്തരവാദപരമായാണ് കൈകാര്യം ചെയ്തതെന്ന് നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. സീനിയർ ക്ലർക്ക് അസ്ലം PM-നാണ് നോട്ടീസ് ലഭിച്ചത്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇപ്പോൾ നൽകുന്നത്. അല്പസമയം മുൻപ് പോലും നമ്മൾ ചോദിച്ചിരുന്നത് എന്താണ് ഈ നോട്ടീസ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ചെയ്തു തീർത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒക്കെ അല്ലേ വലുത് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇതാ കളക്ടറുടെ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടെ ഒരു BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു. സീനിയർ ക്ലർക്ക് അസ്ലം PM-നാണ് നിരുത്തരവാദപരമായി ജോലി കൈകാര്യം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കളക്ടർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അത് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നൊക്കെ, ഫോം വിതരണം നടത്തിയില്ലെങ്കിലും അത് കൊടുത്തു എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആരോപണങ്ങൾ ജോയിന്റ് കൗൺസിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഈ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. നവംബർ 15 മുൻപായി കാരണം ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത്. ഇന്നിപ്പോൾ 17ആണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരു BLO ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ഈ SIR-മായി ബന്ധപ്പെട്ട സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയതിനെ പറ്റിയുള്ള വാർത്ത വരുന്നത്. അതായത് ഈ വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ മെല്ലെ പോയാൽ ഇത്തരത്തിലുള്ള നടപടികൾ കാത്തിരിക്കുന്നു എന്നൊരു ആശങ്ക ഒരുപക്ഷെ അനീഷിനും ഉണ്ടായിരുന്നിരിക്കാം. ഈ അസ്ലത്തിന് കിട്ടിയ നോട്ടീസിൽ എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും സംസ്ഥാനത്ത് ഈ BLOമാരുടെ ജോലിഭാരം വലിയ ചർച്ചയായി മാറുകയും ഒരു BLO ആത്മഹത്യ ചെയ്ത ഒരു രീതിയിൽ തന്നെയുള്ള ഒരു മാനസിക സമ്മർദ്ദം ഈ ജീവനക്കാർക്ക് മുകളിൽ അധികാരികൾ ഏർപ്പെടുത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കോഴിക്കോട് സബ് കളക്ടറാണ് ഇത്തരത്തിൽ സീനിയർ ക്ലർക്കായ CWDയിലെ സീനിയർ ക്ലർക്കായ PM അസ്ലം എന്നയാൾക്ക് ക്ലർക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ഫോമുകൾ വിതരണം ചെയ്തതിന് കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. അതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഏൽപ്പിച്ച ജോലി നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തു എന്ന് നോട്ടീസിൽ പറയുന്നു. നവംബർ 15 ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലടക്കം ജില്ലാ കളക്ടർമാരൊക്കെ ഈ ഓരോ ദിവസവും കൂടുതൽ ഫോമുകൾ നൽകുന്ന ജീവനക്കാരുടെ ചിത്രങ്ങളടക്കം പ്രസിദ്ധീകരിക്കുകയും അവരെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാൻ കഴിയുന്നു. അതായത് ഈ ടാർഗറ്റ് നൽകി ഇവരെ കൊണ്ട് ഈ ഫോമുകൾ പരമാവധി കൊടുപ്പിക്കുന്ന ഒരു രീതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നു. പലപ്പോഴും ഒറ്റ ദിവസം കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ജോലി ഭാരം ഇവരുടെ മുകളിലുണ്ട്. എന്തായാലും അതിന്റെ ഒരു തുടർച്ചയൊന്നും തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ടും നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഈ സൂം മീറ്റിംഗിലടക്കം ഈ ജീവനക്കാരുമായി മോശമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് വളരെ പരുഷമായി പറയുന്നു, കൃത്യമായ ടാർഗറ്റ് പാലിച്ചില്ലെങ്കിൽ അനന്തരഫലം നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള പല കാര്യങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ആ നോട്ടീസ് അടക്കം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ശ്രീജ, ഫോമുകൾ വിതരണം ചെയ്തതിൽ കുറവ് ചൂണ്ടിക്കാണിച്ചാണ് കോഴിക്കോട്ട് BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. സീനിയർ ക്ലർക്ക് അസ്ലം PM-നാണ് നോട്ടീസ് കിട്ടിയത്.